ഒതുക്കുകയാണ് ചെയ്യുന്നത്. അല്ല സുരേഷ് കുമാർ പോലെ ആൾക്കാർ ചെയ്ത് വളരെ മോശമായ കാര്യമായിപ്പോയി. ഇത്തരത്തിലെ ഗുണ്ടാഴ്ച ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ഈ അമ്മയുടെ കേസാണെങ്കിൽ എല്ലാം ഇതുപോലത്തെ ഓരോ ലോബികളാണ്. ഇപ്പോൾ എല്ലാത്തിലും ആൺ സംഘടന മാത്രം വരാൻ പാടില്ലല്ലോ, പെൺകുട്ടിക്ക് കൂടെ ഒരു മുൻഗണന കൊടുക്കണം. അവിടെ അറിയാൻ കഴിഞ്ഞത് അതൊരു പുരുഷന്മാരുടെ, അതായത് കുറച്ച് ആളുകളുടെ ഒരു മൊണോപ്പൊളിയാണ് അവിടെ. ഒരു സ്ത്രീ, അതായത് ഒരു സാന്ദ്ര തോമസിനെ പോലെ ഒരാൾ അവിടെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവിടെ നിറയെ അഴിമതികൾ വെളിയിൽ വരും. ഇപ്പോൾ മലയാളം സിനിമയിൽ ജെന്യൂനായിട്ട് ആകെ ഒരാൾ പറയാവുന്നത് സാന്ദ്ര തോമസാണ്. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് അവർ ഒതുക്കാൻ നോക്കുക. ഇതേപോലെയാണ് പണ്ട് പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് ഇവരെല്ലാം ഒതുക്കുകയും ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കീഴിലാണ് എല്ലാ ഓർഗനൈസേഷനും അവർ നിൽക്കുന്നത്. അതിന് പുതിയ ഒരാളായിട്ട് വോയിസ് റേസ് ചെയ്തിരുന്ന സ്വാഭാവികമായിട്ട് ഇതേപോലെ ഒരുപാട് പബ്ലിക്കലി സോഷ്യലി യു ഹാവ് ടു ഫേസ് എ ലോട്ട് ഓഫ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വൻ അഴിമതികളാണ് നടക്കുന്നതെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. സാന്ദ്ര തോമസിനെതിരെ അനവധി പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയരുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷനും സാന്ദ്ര തോമസും തമ്മിലുള്ള ആ വലയുദ്ധത്തിൽ ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. തോമസിന്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സാന്ദ്ര തോമസും തമ്മിലുള്ള വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, അപ്പോൾ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? അതിപ്പോൾ അവർ കുറച്ച് മൂവീസ് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ മാനേജറല്ലേ, ആ സ്ഥിതിക്ക് അവർ ചെയ്ത് അവരെയും കൂടെ പരിഗണിക്കണം നമ്മൾ. ഇപ്പോൾ എല്ലാത്തിലും ആൺ സംഘടന മാത്രം വരാൻ പാടില്ലല്ലോ, പെൺകുട്ടിക്ക് കൂടെ ഒരു മുൻഗണന കൊടുക്കണം. പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ആൺകുട്ടികൾ മാത്രം കൺട്രോൾ ചെയ്യാനുള്ളതല്ല, അത് വിമൻസിനും കൂടി അർഹതപ്പെട്ട കാര്യമാണ്. അവിടെ അറിയാൻ കഴിഞ്ഞത് അതൊരു പുരുഷന്മാരുടെ, അതായത് കുറച്ച് ആളുകളുടെ ഒരു മൊണോപ്പൊളിയാണ് അവിടെ. ഒരു സ്ത്രീ, അതായത് ഒരു സാന്ദ്ര തോമസിനെ പോലെ ഒരാൾ അവിടെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവിടെ നിറയെ അഴിമതികൾ വെളിയിൽ വരും. അതിനെതിരെയുള്ള ഒരു ലോബി ഉണ്ട് അവിടെ. അതൊക്കെ കാരണം അവർ ഓൾറെഡി നേരത്തെ ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ അവരും ഒരു പാർട്ണറായിരുന്നു. അവർ നിറയെ ഫിലിംസ് അവർ ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോൾ സ്വതന്ത്രമായിട്ട് വന്നപ്പോഴത്തേക്ക് സാന്ദ്ര തോമസിൻ്റെ ഇതിൽ 2 ഫിലിമാണ് ചെയ്തത്. പക്ഷേ അത് അവരെനിക്ക് തോന്നുന്നു ഒരു പുതിയൊരു റൂൾ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. അതിൻ്റെ ബൈലോയിൽ പറയുന്നത് പോലെയൊക്കെ എല്ലാം ലീഗലി ഇപ്പോൾ ആൾ മത്സരിക്കാൻ എലിജിബിളാണ്. പക്ഷേ അവിടെ ഒരു ലോബി ഉണ്ട്. ആ ലോബിയെ തകർക്കാൻ വേറെ ആരും പുള്ളിക്കാരിക്ക് സാന്ദ്രയ്ക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നില്ല. അതാണിപ്പോൾ പ്രശ്നം. സാന്ദ്ര തോമസ് വളരെ ജെന്യൂനായിട്ട് ആളാണ്. ഇന്ന് പോലും അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഇപ്പോൾ കമൻസ് പുലിക്കുട്ടി, സിംഹക്കുട്ടി എന്ന് പറയണം. വളരെ ബോൾഡായിട്ടുള്ള ആളാണ്. അവർ പറയുമ്പോൾ സത്യമാണ്. ഇപ്പോൾ WCC പോലും അത്രയും ജെന്യൂനല്ല. ഇപ്പോൾ മലയാളം സിനിമയിൽ ജെന്യൂനായിട്ട് ആകെ ഒരാൾ പറയാവുന്നത് സാന്ദ്ര തോമസാണ്. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് അവർ ഒതുക്കാൻ നോക്കുക. ഇതേപോലെയാണ് പണ്ട് പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് ഇവരെല്ലാം ഒതുക്കുകയും ചെയ്യുന്നത്. പക്ഷേ സാന്ദ്ര തോമസ് ഇവർ മമ്മൂട്ടിയോടും പറഞ്ഞത് എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇത്രയും ധൈര്യശാലി ഒരാളെയും കണ്ടിട്ടില്ല. അവർ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, അവർ മുന്നോട്ട് പോട്ടെ. ഇപ്പോഴും അറിയാലോ, ഗേൾസ് മുമ്പോട്ട് വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് പറയെങ്കിലും പക്ഷേ ഇൻ റിയാലിറ്റി ഇതേപോലെ ഓരോ ഇഷ്യൂസ് കൊണ്ട് അവരെ പുറോട്ട് വലിക്കാനായിട്ടാണ് എനിക്ക് തോന്നാറ്. ഞാൻ സാന്ദ്രയ്ക്കൊപ്പമാണ് ഞാൻ നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. അത് ഇതേപോലെ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കീഴിലാണ് എല്ലാ ഓർഗനൈസേഷനും അവർ നിൽക്കുന്നത്. അതിന് പുതിയ ഒരാളായിട്ട് വോയിസ് റേസ് ചെയ്തിരുന്ന സ്വാഭാവികമായിട്ട് ഇതേപോലെ ഒരുപാട് പബ്ലിക്കലി സോഷ്യലി യു ഹാവ് ടു ഫേസ് എ ലോട്ട് ഓഫ് തള്ളാൻ അവർ പറയുന്ന കുറച്ച് റീസൺസ്. കാരണം ഈ സാന്ദ്രയുടെ മാത്രമായിട്ടുള്ള എന്തോ പ്രൊവൈഡ്സ് എടുത്തിട്ടാണ് അവരിങ്ങനെ പറയുന്നത്. അല്ലാതെ എനിക്കതിനെക്കുറിച്ച് വളരെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ ഞാനത്. ആയിരിക്കാം തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ശ്വേതയ്ക്ക് വന്നതുപോലെ തന്നെയല്ലേ സാന്ദ്രയ്ക്ക് വന്നിട്ടുള്ളത്. പക്ഷെ സാന്ദ്ര ഒറ്റയ്ക്ക് നേരിട്ടു. സാന്ദ്ര തോമസിനോട് പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ടുള്ള പരാതി പിൻവലിക്കണമെന്ന് മമ്മൂട്ടിയുടെ അത് ഞാൻ കേട്ടായിരുന്നു ഇന്റർവ്യൂ. അപ്പോൾ മമ്മൂട്ടിയായിട്ട് കമ്മിറ്റ് ചെയ്ത സിനിമയും പുള്ളി പിന്മാറി എന്ന് പറയുന്നു. അപ്പോൾ ഇതേപോലെയുള്ള സാന്ദ്ര തോമസിനെ ഒറ്റപ്പെടുത്താനോ ഒതുക്കാനുള്ള ശ്രമമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അവരുടെ സംഘടനയിൽ തന്നെ അങ്ങനെ ഉണ്ടായിരിക്കാം. കാരണം അതിൽ സാന്ദ്രയുടെ കൂടെ തന്നെയാണ് ഞാനും. ഫുൾ സപ്പോർട്ടാണ്. ഒരു ഒറ്റപ്പെടുത്തലുണ്ടോ? കാരണം ഇപ്പോൾ അതെ പ്രമുഖ നടൻ മമ്മൂട്ടി സാന്ദ്രയെ വിളിച്ചെന്ന് പറഞ്ഞു, കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു, കമ്മിറ്റ് ചെയ്ത സിനിമ പിന്മാറി എന്ന് പറയും. ഇതൊക്കെ സാന്ദ്ര പറയുന്നതാണ്. അതെ അങ്ങനെ ഒരു കാരണം അത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ആളുടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, ആൻറ്റോ ജോസഫ്, അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടല്ലോ. അതിൻ്റെ ബേസിൽ ആളെന്തെങ്കിലും വിളിച്ചതായിരിക്കാം മേ ബി. അല്ലാതെ അങ്ങനെ ഒരു പർപ്പസ്ലി ഒരു പ്രഷർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ വിളിച്ചതായിരിക്കാം. അത് വളരെ മോശമായി. ശരിക്കുമാണ് ജനാധിപത്യം പരമായിട്ട് മത്സരിച്ച് തോപ്പിക്കുക ചെയ്യേണ്ടത്, അല്ലാതെ ഒതുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല സുരേഷ് കുമാർ പോലെ ആൾക്കാർ ചെയ്ത് വളരെ മോശമായ കാര്യമായിപ്പോയി. ഇത്തരത്തിലെ ഗുണ്ടാഴ്ച ഒറ്റയ്ക്കാണ് നടക്കുന്നത്.
ഈ അമ്മയുടെ കേസാണെങ്കിൽ എല്ലാം ഇതുപോലത്തെ ഓരോ ലോബികളാണ്. ഇപ്പം ഇത്തരം സ്ത്രീകൾ ഉയർന്നു വരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ അടിച്ചമർത്തപ്പെട്ടതെന്ന് തോന്നുന്നത്. സ്ത്രീകൾ വരട്ടെ, സ്ത്രീകൾ വരണം. പക്ഷേ അതിനൊപ്പം തന്നെ സ്ത്രീകൾ പല നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് അനുകൂലമായി കൊടുക്കുന്ന പല നിയമങ്ങളും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ പൊങ്ങി വരണം. ഇപ്പോൾ അമേരിക്കയിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഒരു ലേഡി വന്നിട്ടില്ല. സ്ത്രീകൾ വരണം, പക്ഷേ വരുമ്പോൾ അവർക്ക് അനുകൂലമായി കൊടുക്കുന്ന നിയമങ്ങൾ മിസ്യൂസ് ചെയ്യണം. പക്ഷേ ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ഒരു മെയിൽ ഡൊമിനൻസ് ആണല്ലോ, അതിലേക്ക് അത് എല്ലായിടത്തും അതാണ്. സിനിമ ഫീൽഡ് മുഴുവൻ അങ്ങനെയാണ്. മിക്ക ഫീൽഡിലും മെയിൽ ഡോമിനേഷനാണ്. സ്ത്രീകളെ അടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. സ്ത്രീകളെന്നല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് അവരുടേതായ ഒരു അജണ്ടയുണ്ട്. അത് സപ്പോർട്ട് ചെയ്യുന്ന ആരാണെങ്കിൽ കൂടെ ഉണ്ടാവും. അതിന് സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രശ്നമുള്ളൂ. സാന്ദ്ര തോമസ് സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, അവിടെയാണ് അവർ ഒതുക്കാൻ നോക്കുന്നത്. അത് സ്ത്രീയെ കൊണ്ടല്ല. കേസുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പോലെ അതിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളതിന് സൂചനകളല്ല ഇപ്പോൾ ഓരോന്ന് പുറത്ത്. ഹേമ കമ്മിറ്റിയിൽ അതിലും ചിലവർ ഫേക്ക് ആയിട്ടുള്ള ന്യൂസസും ഉണ്ട്. ചിലവർ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഗേൾസ് ഒരുപാട് ആക്ട്രസസും ഇത് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ളുണ്ട്. അപ്പം അത് ഇൻ ഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് പറയാൻ പറ്റും. വിമൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ സാന്ദ്രയ്ക്കൊപ്പം അവർ വന്ന് ന്യായമായി വരണം. ഇൻ്റർവ്യൂ കണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പറയുന്നത് തന്നെ ഇപ്പോൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള സൂചന തന്നെയല്ലേ ഇത്തരം കേസുകൾ. ഇപ്പോൾ ശ്വേതയുടെ ആണെങ്കിലും ഈ പറഞ്ഞ സാന്ദ്രയുടെ ആണെങ്കിലും കേസുകൾ വെച്ച് നോക്കുമ്പോൾ ശ്വേതയുടെ വേറെ കേസല്ലേ, സാൻഡ്രയുടെ വേറെയാണ്. ശ്വേത രണ്ടും ഒരുമിച്ച് നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് തലത്തിലുള്ള പ്രശ്നങ്ങളാണ്.